ഹലോ, നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണെന്ന് അറിയാമോ? കണ്ണൂർ കോക്ടെയിൽ. നാളായിട്ടുള്ള ആഗ്രഹമാണ് കണ്ണൂർ കോക്ടെയിൽ കുടിക്കണമെന്ന്. കുടിച്ചിട്ടുണ്ട്. കണ്ണൂർ പോയപ്പോഴത്തേനും ഞങ്ങൾ തലശ്ശേരിയിൽ അമ്മൂൻ്റെയൊക്കെ വീട്ടിൽ പോയപ്പോഴത്തേനും ഒരു തവണ കുടിച്ചിട്ടുണ്ട്. ആ ടേസ്റ്റ് ഇത് വെച്ചാൽ വരുമോയെന്ന് അറിയാൻ പാടില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനായി നമ്മളൊരു പപ്പായ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് മുഴുവനായിട്ട് വേണ്ടട്ടോ, അല്ലെങ്കിൽ പപ്പായയുടെ ടേസ്റ്റ് മാത്രമായി പോകും. അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞ് വേണം. ഇനി നമുക്ക് ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, പപ്പങ്ങ, പിന്നെ മാതള നാരങ്ങ, കോൺഫ്ലെക്സ്, പിന്നെ നട്ട്സ് ഉണ്ടെങ്കിൽ ഇടാട്ടോ. ഞാൻ നട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഐസ്ക്രീം വേണം, ഫ്രീസായിട്ടുള്ള പാലും. ഇത്രയും സാധനങ്ങളിട്ടാണ് അടിക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ പപ്പായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3-4 ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മാതളം, പിന്നെ ഫ്രീസ് ചെയ്ത പാല്, പിന്നെ കോൺഫ്ലെക്സ്, പിന്നെ നമ്മുടെ സ്കീയുടെ ഒരു വാനില ഐസ്ക്രീം തന്നെ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഫ്ലേവർ മാറിപ്പോകുവേ. എന്നിട്ട് നമുക്ക് പപ്പായയും ക്യാരറ്റും കുറച്ച് ഫ്രീസ് ചെയ്ത പാലും കുറച്ച് ഐസ്ക്രീമും കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ പപ്പായയും ക്യാരറ്റും അരയാതെ ചിലപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടും. അത് എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ അങ്ങനെ പച്ചന കടിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടമാവണമെന്നുണ്ടാവില്ല. അപ്പോൾ നമുക്കത് നല്ലപോലെ ഒന്ന് പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് പഞ്ചസാര, പിന്നെ ബാക്കിയുള്ള നമുക്ക് പാല് ഫ്രീസ് ചെയ്തത് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കുറച്ചും കൂടി ഐസ്ക്രീം കൂടുതൽ ആഡ് ചെയ്തിട്ട്, ഐസ്ക്രീം കൂടുതൽ ആഡ് ചെയ്യും തോറും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ നേരം നമ്മൾ ആദ്യം കുറച്ച് കോൺഫ്ലെക്സ്, പിന്നെ മാതള നാരങ്ങ, അതിനുശേഷം ഐസ്ക്രീം ഇടുക, അതിനുശേഷം ഈ സാധനം ഒഴിക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് വേണം നന്നായിട്ട് കഴിക്കാനായിട്ട്. നമ്മളിത് ഓൾറെഡി കണ്ണൂർ പോയപ്പോഴത്തേനും അവിടുത്തെ ഫേമസ് ഷോപ്പിൽ നിന്ന് കുടിച്ചിട്ടുള്ളതുകൊണ്ടിട്ട് ആ ടേസ്റ്റ് വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നമുക്ക് ഏകദേശം ആ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളൊരു കുറവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പപ്പായ ആ ഒരു മുഴുവൻ പപ്പായയിൽ ഒരു 2 ചെറിയ പീസ് കഴിക്കാനല്ലാതെ വേറെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും പീസ് എനിക്ക് തോന്നുന്നു നമ്മൾ ചേർക്കണ്ട, ഒരു ഹാഫ് പപ്പായ മതി. കാരണം പപ്പായയുടെ ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അത് നമ്മൾ കുറക്കാനായിട്ട് ഐസ്ക്രീം കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നേ. നമുക്കിത് പനയപ്പള്ളി കൊണ്ട് കൊടുത്തിട്ടും വരാം, അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ മുമ്പേ മേടിച്ചിട്ടുള്ള ഫലൂദ വാങ്ങിയപ്പോൾ കിട്ടിയ കുഞ്ഞു ബോട്ടിൽ ഇത് സെറ്റ് ചെയ്തിട്ട്, കോക്ടെയിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പനയപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ്. ഈ എക്സ്പ്രഷനൊന്നും ഞാൻ പറഞ്ഞിട്ട് ചെയ്തേക്കുന്നതല്ല കേട്ടോ, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് വന്ന എക്സ്പ്രഷൻസാണ് ഇത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. ഞാൻ പറഞ്ഞ പോലെ പപ്പായ ഒരു ഹാഫ് മതിയാകും കേട്ടോ, അല്ലെങ്കിൽ ഒരു ഹാഫിനേക്കാൾ കുറച്ച് കൂടുതൽ അങ്ങനെ മതി കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.